ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയമാണ് കേട്ടോ. നമ്മുടെ ചെടികളൊക്കെ എങ്ങനെ എപ്പോഴും നല്ല കെയർ ചെയ്ത് നല്ല ആരോഗ്യത്തോടു കൂടി കൊണ്ടു നടക്കാൻ പറ്റുക, അതിനു വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുക, അതായത് ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണോ എന്നുള്ളതൊക്കെ. പക്ഷെ അതിന് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവായിട്ട് പറയാൻ പോണ കേട്ടോ, അതിനൊന്നും 10 പൈസ ചിലവാക്കേണ്ട കാര്യമില്ല. പിന്നെ ചില ചെടികൾക്ക് നമ്മൾ അതിൻ്റെതായിട്ടുള്ള മരുന്നുകളും വളങ്ങളും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളതല്ല പറയുന്നത്, കോമൺ ആയിട്ട് ഞാൻ യൂസ് ചെയ്യണ ഒരു ഐറ്റമാണ് കേട്ടോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോണത്. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറിന്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. എൻ്റെ വീട്ടിലുള്ള കുറച്ച് പൂക്കളാണ് കേട്ടോ ഇത്. ഒരുപാട് സ്ഥലമൊന്നുമില്ല, വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ ഉള്ള സ്ഥലത്ത് കുറേയൊക്കെ ചട്ടിയിലായിട്ടും നിലത്ത് കുഴിച്ചിടാൻ പറ്റണതിന് മാക്സിമം നിലത്ത് കുഴിച്ചിട്ടിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഗാർഡൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുന്നേ ഷോർട്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറിയൊരു തണ്ടിലൊക്കെ ബൊഗൻവില്ല പൂത്ത് നിൽക്കുന്നത്, ചെറിയൊരു ഒറ്റ കൊമ്പിലൊക്കെ അതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുള്ളത്. എപ്പോഴെങ്കിലും 1-2 പൂ പൂത്തിരുന്ന മെലസ്റ്റോമൊക്കെ ഇപ്പം നിറയെ കാട് പോലെ പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ള കാരണം ആ ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ. അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ പിന്നീട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് മേക്ക് ചെയ്യാനൊന്നുമില്ല, കഞ്ഞിവെള്ളം പുളിപ്പിക്കുക, അതിൽ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റും കാര്യങ്ങളും ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. സ്ഥിരമായിട്ട് മീൻസ് 2 വീക്സ് കൂടുമ്പോഴൊക്കെ ഞാനിത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. കഞ്ഞിവെള്ളം മിക്ക ദിവസവും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന സാധനമാണല്ലോ. ഞാൻ ഇന്നൊന്നും ചോറ് വെക്കലില്ല, അത് വേറെ വിഷയം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യും. ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ ഇതുവരെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത് ഒഴിച്ചു കൊടുത്താൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. കാരണം ഞാൻ ഇതുവരെ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത് കുറച്ച് നല്ല സ്ട്രോങ് ഉള്ളതുകൊണ്ടായിരിക്കും എന്താ പറയുക, ചെടി കേടന്നു പോകുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഞാൻ എന്തായാലും ഇരട്ടിയിൽ കൂടുതൽ വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത്. 4 ഇരട്ടിയൊക്കെ ഒഴിക്കുന്നവരുണ്ട്, ഞാൻ 2 ഇരട്ടിയിൽ കൂടുതൽ എപ്പോഴും ആവാൻ ശ്രമിക്കലുണ്ട്. അങ്ങനെ ഇത് നമ്മൾ നല്ലോണം വെള്ളം ആഡ് ചെയ്ത് നല്ലോണം നീട്ടിയതിന് ശേഷം നമ്മൾ ചെടികൾക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലോണം നീട്ടിയാൽ അത്രയും ബെറ്ററാണ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറും. പിന്നെ മുട്ടത്തോട് ഒക്കെ അരച്ച് ചേർത്തുകൊണ്ട് അതിൽ ആ വെള്ള പാടുള്ളത്, മുട്ടത്തോടൊക്കെ ഒറ്റ ഒരു മുട്ടത്തോടായാലും ഉള്ളിത്തോടായാലും ഒന്നും പുറത്തേക്ക്, ഇപ്പോൾ ചെടിയും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കുറച്ചുള്ളതിനെ കൊണ്ട് തന്നെ ഒന്നും പുറത്തേക്ക് കളയുണ്ടാവില്ല. എല്ലാം ഇതുപോലെ ചെടീൻ്റെ ചുവട്ടിലോട്ടും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഞാനത് അരച്ചാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ചിലർ ഇത് അരിച്ചെടുത്തിട്ട് വെള്ളം മാത്രമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് മാത്രം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവരാരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ബിഗിനറാണ്. ചെടിയും കാര്യങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ പിച്ച് വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരാം. എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ചാനൽ ഇഷ്ടമായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലൊക്കെ ഇതുപോലെ ചെടികളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരും കൃഷി ചെയ്യാനും ചെറിയ സ്ഥലമാണെങ്കിലും ചെടി മെനക്കെട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ.